പിന്നെ നോക്കുന്ന ഒരാൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അയാളും ഓട്ടോയെ കാണിച്ചിട്ട് കൈ ഇങ്ങനെ വേവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓട്ടോ എന്തോ പുച്ഛത്തോടെ നോക്കിയിട്ടൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് തിരിച്ചടക്കുകയാണ്. അപ്പോഴാണ് ഓട്ടോ റിയൽ എസ്റ്റേറ്റിന്റെ അഡ്വർടൈസ്മെന്റ് ബോർഡ് കാണുന്നത്. അത് ഓട്ടോയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴാണ് ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുന്നത് കാണുന്നത്. ആ പെൺകുട്ടിയുടെ കൂടെ ആരും കൂടെ ഉണ്ട്, ഒരു പട്ടിക്കുട്ടിയും കൂടെ ഉണ്ട്. സോ ആ പട്ടിക്കുട്ടി ഓട്ടയെ കണ്ടിട്ട് ചിരിക്കുക. പക്ഷേ ആ പട്ടിക്കുട്ടി ഓട്ടയെ കണ്ടിട്ട് കുരയ്ക്കുകയാണ്. സോ അത് കുരയ്ക്കുന്നതിന്റെ ഓട്ടോ പറയുകയാണ്, ഒരുപാട് സൂക്ഷിച്ച് വെക്കണം, ഈ പട്ടി എന്റെ വീടിന്റെ ഫ്രണ്ട് വന്ന് പെടുത്തു വെക്കുന്നത്, ഇനി അങ്ങനെ ചെയ്യരുത്, യൂറിൻ പാസ് ചെയ്ത് അന്നായിരിക്കും ലാസ്റ്റ് ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോ ഇരട്ടിയിട്ട് പോവുകയാണ്. അപ്പൊ ആ പെൺകുട്ടി പറയുന്നത്, ഈ നാസ്റ്റി ഓൾഡ് മേനെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നീ ഇങ്ങനെ വേടാന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി പോവുകയാണ് വിളിച്ചോണ്ട്. സോ അത് ഓട്ടോക്കിട്ട് ഇഷ്ടപ്പെടുന്നില്ല. സോ ഓട്ടോ പറയുകയാണ്, ആ പട്ടി നിന്നെ പോലെ തന്നെ പറഞ്ഞിട്ട് നീ മേലാൽ ഇവിടെ പെടുത്തു വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഓട്ടോ എന്തൊക്കെയോ പ്രവർത്തോണ്ട് തിരിച്ച് പോവുകയാണ്. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓട്ടോ നേരെ പോകുന്നത് ഓട്ടോയുടെ ഗരേജിലേക്കാണ്. സോ ഓട്ടോയുടെ ഗരേജിലേക്ക് പോയപ്പോഴാണ് ആ ഗരേജിന്റെ ഫ്രണ്ടിൽ സൈഡിലായിട്ട് ഒരു പൂച്ചക്കുട്ടി ഇരിക്കുന്നതാണ്. ആ പൂച്ചക്കുട്ടിയെ തന്നെ ഓട്ടോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ ഓട്ടോയെ തന്നെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോ പടപ്പട എന്നൊക്കെ പറഞ്ഞ് അടിച്ച് ഓട്ടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ പൂച്ച മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ ഓട്ടോ തന്റെ കാർ എടുക്കാൻ വേണ്ടി ഗരേജ് തുറന്നത്. സോ കാർ എടുത്തിട്ട് അദ്ദേഹം നേരെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. സോ ഓട്ടോ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ട് അദ്ദേഹത്തിന്റെ എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് തുറന്നു നോക്കിയപ്പോഴാണ് ഒരുപാട് പേര് ഓട്ടോ നോക്കിക്കൊണ്ട് കൺഗ്രാജുലേഷൻസ് ക്ലാപ്പ് ഒക്കെ അടിക്കുന്നത്. സോ ഓട്ടോ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുകയാണ്, എന്ത് പറ്റിയെന്ന്. അതിന്റെ ഓട്ടോ ചോദിക്കണം ഇത് എന്താന്ന് ചോദിച്ചപ്പോൾ അതിലൊരു മാനേജർ പറയുകയാണ്, ഇത് നിങ്ങളുടെ റിട്ടയർമെന്റ് ആയിട്ടുള്ള ഡേറ്റ് അല്ലേ, സോ അതുകൊണ്ട് ഇന്ന് ആഘോഷിക്കാമെന്ന് പറഞ്ഞു വന്നിരിക്കുകയാണ്. ജോലിയെല്ലാം കഴിഞ്ഞ് റിട്ടയർമെന്റ് ആകാൻ പോകുന്ന ഡേ ആണ്. സോ അതാണ് ഇന്ന് ആഘോഷിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാം കേക്കും എല്ലാം വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. സോ കേക്കിന്റെ പുറത്ത് ഹാവ് ഫൺ എന്ന് എഴുതിയിട്ടുണ്ട്. സോ അങ്ങനെ ഓട്ടോ വായിച്ചു നോക്കിയാണ്, ഹാവ് ഫൺ, എന്തിനു വേണ്ടി ഹാവ് ഫൺ എന്ന് പറയുന്നത് ചോദിക്കുകയാണ്. അപ്പം അവൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇനി റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ളതല്ലേ, സോ അതുകൊണ്ടാണ് ഹാവ് ഫൺ എന്ന് എഴുതിയെന്നാണ് പറയുന്നത്. ഞാൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യണം അല്ലേ എന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞു യെസ്, അറിയാതെ പറയുകയാണ്. സോ ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം ഓട്ടോ ഇവിടെ ജോലി ചെയ്യുന്നത് അവർക്കൊന്നും ഇഷ്ടമല്ലെന്ന് മനസ്സിലാക്കാം. കാരണം ഹീസ് എ റൂഡ് മാൻ, റൈറ്റ്? റൂഡ് ഇൻ ദ സെൻസ് ഓഫ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഡിസിപ്ലിൻ ആണ്. സോ ഇദ്ദേഹത്തിന്റെ ജോബിലുള്ള ഡിസിപ്ലിൻ ഇവർക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. അത് നമുക്ക് ഇവിടെ വെച്ചാൽ മനസ്സിലാക്കാം. അവർക്ക് സന്തോഷമാണ്, ഓട്ടോ ശല്യം ഒഴിഞ്ഞു കിട്ടിയല്ലോ പോകണം എന്നൊക്കെ പറഞ്ഞ സന്തോഷമാണ്. ആ സന്തോഷമാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. അത് ഓട്ടോയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓട്ടോ പറയുകയാണ്, നിങ്ങൾ എന്റെ സാലറി കുറച്ചു, അവസാനം എനിക്ക് ഇപ്പം ഹൗസിൽ ബില്ലടിക്കാൻ വേണ്ടി സാലറി കിട്ടുന്നില്ല, ഞാൻ ട്രെയിൻ ചെയ്ത ആളെ എന്റെ സൂപ്പർവൈസറാക്കി നിങ്ങൾ മാറ്റി, ഇതെല്ലാം ചെയ്തുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഈ ജോലി വിട്ട് പോകാൻ വേണ്ടി റിട്ടയർ ആകാൻ വേണ്ടി ടൈമിൽ നിങ്ങൾ ഇങ്ങനെ ആഘോഷിക്കുന്നു, ഇത് ഞാൻ എടുത്ത തീരുമാനമാണ് എന്നറിയിട്ട് നിങ്ങൾ ഇങ്ങനെ ആഘോഷിക്കുന്നു എന്ന് ഓട്ടോ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഓട്ടോയോട് സംസാരിക്കുന്ന മാനേജർ പറയുന്നത്, യെസ് നമുക്കും അറിയാം നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനാണെന്ന്, ബട്ട് നിങ്ങൾ ഇത്രയും വർഷം നന്നായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, സോ അതുകൊണ്ട് നിങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ട് ആ ഒരു പോകുന്ന ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് വിടാന്ന് പറഞ്ഞാണ് കേക്കൊക്കെ വാങ്ങിച്ചതെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കേക്കിന്റെ ഓട്ടോയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോയുടെ നടുക്കൂടെ അങ്ങ് കീറി എടുക്കുകയാണ്. നമുക്ക് അപ്പോൾ വെച്ച് മനസ്സിലാക്കുക ഇത് ഓട്ടോയെ മോക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത ഒരു കേക്കാണെന്നുള്ള കാര്യവും മോക്ക് ചെയ്യാൻ വേണ്ടി എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പം ഓട്ടോ ഇത് കണ്ട് ഇഷ്ടപ്പെടാതെ ഓട്ടോ അവിടെ ഇറങ്ങി പോവുകയാണ്. ഇത് കണ്ടിട്ട് എല്ലാവരും ചിരിക്കുകയാണ്. ആർക്കാണ് വിശക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ആ കേക്കെടുത്ത് കഴിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണെന്ന് തോന്നുന്നു. നല്ല സ്റ്റീമി തന്നെ കേട്ടോ എല്ലാണോ.